ഒമർ അബ്ദുള്ള കശ്മീർ മുഖ്യമന്ത്രി മോദിക്കൊപ്പമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനെ കുറിച്ച് ഇനി ഒരു സംസാരത്തിന് ഞങ്ങളില്ല. മാത്രമല്ല, പാകിസ്ഥാൻ കശ്മീരിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഇങ്ങോട്ട് വരണ്ട. അത് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഞങ്ങൾക്കത് നോക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. ഒമർ അബ്ദുള്ളയുടെ പെട്ടെന്നുള്ള ഈ മലക്കം മാറ്റത്തിന്റെ കാരണം എന്തായിരിക്കും? പല കാരണങ്ങളും നമുക്കതിനകത്ത് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേണമെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ആകാം. ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ഐക്യമുന്നണിയും അസാധ്യമാണ് എന്നും അത് പരസ്പരം തമ്മിൽ തല്ലുന്ന മുന്നണി മാത്രമാണ് എന്നും മനസ്സിലാക്കിയ ഒരാളാണ് ഒമർ അബ്ദുള്ള. അദ്ദേഹം അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം ആപ്പും അതേപോലെ കോൺഗ്രസും തമ്മിലുള്ളതായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് ആ പോരാട്ടം മാറിക്കഴിഞ്ഞപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാമായിരുന്നു അത് ആപ്പിൻ്റെ ഭരണത്തെ അവസാനിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിത്തീരും എന്നുള്ളതായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആപ്പിന് കുറേ വോട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു മുന്നണി എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ സാധ്യമല്ല എന്ന തിരിച്ചറിവ് ഏതാണ്ട് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒമർ അബ്ദുള്ളയ്ക്ക് കാശ്മീരിനെ കുറിച്ച് മാത്രം ഉത്കണ്ഠ പുലർത്തിയാൽ മതി. അവിടെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനും അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിനും അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അവരെന്തിനാണ് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ പിന്നാലെ പോകേണ്ടത് എന്നവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് ഒരു തരത്തിലുള്ള തീരുമാനത്തിലെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, കാശ്മീരിന് ഇപ്പോഴും നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലും സന്ധി ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് കാശ്മീർ ജനത മനസ്സിലാക്കിയ ഒരു കാര്യം. ഒമർ അബ്ദുള്ള അത് പ്രഖ്യാപിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാനായിട്ട് സംസാരിക്കേണ്ടതില്ല എന്ന് ഒറ്റയടിക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചു. നേരത്തെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ നിലപാടുകളിലൊന്നും നേരത്തെയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അവർക്കൊരു സ്വയംഭരണാധികാരം ഇന്ത്യയുടെ കൂടെ കാശ്മീർ വന്ന സമയത്ത് അന്നത്തെ സർക്കാർ നൽകിയിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറുമായിരുന്നു. അത് വളരെ നിർണായകമായ തീരുമാനമായിരുന്നു. ആ തീരുമാനമെടുത്ത സർക്കാരിൻ്റെ തീരുമാനം സുദീർഘവുമായിരുന്നു. പക്ഷേ പിന്നീട് തുടർന്ന് പോരുകയാണ് ചെയ്തത്. ആ തുടർച്ച അവസാനിച്ചു. കാശ്മീരിനെ ഇനി ചെയ്യേണ്ടത് ഏറ്റവും കരുത്തുറ്റൊരു സംസ്ഥാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കേന്ദ്രത്തിൻ്റെ ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ കാശ്മീരിനെ ഏറ്റവും നല്ല സംസ്ഥാനങ്ങളിലൊന്നാക്കി മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് കൊടുക്കാനായിട്ട് മോദി സർക്കാർ തയ്യാറാകും എന്ന നിലയ്ക്ക് ഒമർ അബ്ദുള്ളയും അതേപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കി. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ആരാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം പാകിസ്ഥാനിലെ രണ്ട് ഭാഗമായി ആളുകൾ പിരിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ തോതിൽ അവിടേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുപാട് നുഴഞ്ഞുകയറ്റക്കാർ കടന്നു കയറുകയും അവർ പാകിസ്ഥാനെ തന്നെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ മതയാഥാസ്ഥിക സംഘം പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാനെ തന്നെ പിളർക്കുന്ന തരത്തിലേക്ക് പരസ്പരം യുദ്ധം ചെയ്യുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാകിസ്ഥാനിൽ ഏത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ എന്ന് ഒമർ അബ്ദുള്ള ചോദിക്കുന്നുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുമായി ഒരു ചർച്ചയും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കാം. കേന്ദ്ര ഗവൺമെൻറ് പ്രധാനപ്പെട്ട ജോലി ഇങ്ങനെ അനുകൂലമായിരിക്കുന്ന ഒരു മൂഡ്, പൊളിറ്റിക്കൽ മൂഡ് കാശ്മീരിലുള്ളപ്പോൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും കാശ്മീരിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായ ഈ കാശ്മീർ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു കരുത്താണ്. എന്നാൽ കാരണം ജവഹർലാൽ നെഹ്റു തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്നാണ് പറഞ്ഞത്. അതാണ് കാശ്മീർ എത്രയോ മനോഹരവും സുന്ദരവുമാണ്. ആ മനോഹരവും സുന്ദരവുമായിരിക്കുന്നതായിട്ടുള്ള ഭൂഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഒരു അഭിമാന പ്രദേശമാണ്. അതിനെ ആ രീതിയിൽ കാണുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം കാണാനായിട്ട് കഴിയും. എങ്കിലും ഇപ്പോഴും ഈ കാശ്മീരിൻ്റെ പല പൊന്തകൾക്കിടയിലും നുഴഞ്ഞേറ്റക്കാർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവരിടക്കിടക്ക് മിന്നലാക്രമണം നടത്തുകയും നമ്മുടെ പട്ടാളക്കാരെയും അതേപോലെ കാശ്മീരികളെയൊക്കെ കശാപ്പ് ചെയ്യുന്ന രീതി തുടരുകയും ചെയ്യുന്നു. അതിനൊരു ഒടുക്കം വരുത്താനായിട്ട് ഇവരുടെ ഒരു വിശ്വാസം സർക്കാർ നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഒമർ അബ്ദുള്ളയിൽ നിന്നിരിക്കുന്ന വാക്ക് തീർച്ചയായിട്ടും അതിന് അനുകൂലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കശ്മീർ പഴയ കശ്മീർ അല്ല. വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കശ്മീർ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു കശ്മീർ. ഇപ്പോൾ കാശ്മീരിൽ നിക്ഷേപങ്ങൾ നടത്താൻ ഒരുപാട് വ്യവസായികൾ വരുന്നു എന്നൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ കശ്മീരിനെ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാൻ കശ്മീർ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാറ്റം പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ടോ? അല്ല, പാകിസ്ഥാൻ അവിടെ പ്രത്യേക റോളില്ല എന്നൊരു ഫീൽ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ കാശ്മീർ സന്ദർശിക്കുന്നത് നമ്മളുടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് കാശ്മീർ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പത്താൻകോട്ട് വെച്ച് ഞങ്ങളുടെ ബസ്സൊക്കെ ഇന്ത്യൻ പട്ടാളം പിടിച്ചിരുന്നത്. ഞങ്ങൾ കരുതിയത് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് അത് പിടിച്ചതെന്ന് കരുതി. അതിനകത്തിരുന്ന മുഴുവൻ ആളുകൾക്കും പിന്നെ ജീവനുണ്ടായിരുന്നു. ഒരു ചുമ്മാ ഇങ്ങനെ പ്രതിമകളെ പോലെ ഇരിക്കുകയാണ്. അർദ്ധരാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അന്ന് കാശ്മീർ എന്താണ് എന്ന് വെച്ചാൽ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമാണ്. മെയ് മാസത്തിലാണ് ഞാനവിടെ പോകുന്നത്. അപ്പോൾ അന്ന് ചില സ്ഥലത്തൊക്കെ ചില ആളുകൾ ഈ പറയുന്നവരെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന ആളുകളെ നമുക്ക് ചില സ്ഥലത്ത് കണ്ടുമുട്ടാൻ കഴിയുമായിരുന്നു. അവയ്ക്ക് പിന്നീട് മാറ്റം വരികയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആളുകളെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ പട്ടാളം നേരിടുകയും വളരെയധികം ആളുകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്തു. പിന്നീട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് മാറ്റം വരണമെങ്കിൽ അതിനൊരു വികസന സ്വഭാവം ഉണ്ടാവണം. ഏത് അധോലോക തരത്തിലുള്ള മനുഷ്യരും ജീവിക്കുന്നിടങ്ങളിൽ വലിയ വികസനങ്ങൾ വന്നാൽ അവർക്ക് തൊഴിലുണ്ടാവും, അവർക്ക് പണമുണ്ടാവും, അവരുടെ ജീവിതം മെച്ചപ്പെട്ടതായിത്തീരും. അങ്ങനെ വരുമ്പോൾ അവർ ഭരണകൂടത്തിനൊപ്പം നിൽക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു ജോലി എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പൗരന്മാരെ, സിറ്റിസൻസിനെ ശക്തിപ്പെടുത്തി ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാൻ കെൽപ്പുള്ളവരാക്കി അവരെ മാറ്റുക എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്ന സമയത്ത് കാശ്മീരിൻ്റെ ഭൂമി അന്യാധീനപ്പെടില്ലായിരുന്നു. എന്നുവെച്ചാൽ കാശ്മീരികൾക്ക് മാത്രമേ കാശ്മീരിലെ ഭൂമി വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. പുറത്തുനിന്നൊരാൾക്ക് പോയിട്ട് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്നൊരാൾക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് അവിടെ വ്യവസായ വികസന സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായ. അല്ലെങ്കിലും വ്യവസായ വികസനം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ എത്രത്തോളം ഫലപ്രദമാണെന്ന് എനിക്കറിയില്ല. കാരണം ഒന്ന്, അവർ പ്രധാനമായിട്ടും ഈ രോമം, അതേപോലെ തന്നെ പലതരത്തിലുള്ളതായിട്ടുള്ള നട്ട്സ്, പിന്നെ കുങ്കുമപ്പൂ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആണ് അവരുടെ വലിയ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സായിട്ട് നിലനിൽക്കുന്നത്. അപ്പം അതിനെ കുറച്ചും കൂടി മികച്ചതാക്കി മാറ്റുക, പുതിയ തരത്തിൽ വ്യവസായങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും വ്യവസായങ്ങൾ വരാനായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ അവരുടെ പരമ്പരാഗത വരുമാന സ്രോതസ്സുകളെ ശക്തിപ്പെടുത്തുകയും അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. പിന്നെ ടൂറിസം കുറേ കൂടി മെച്ചപ്പെട്ടതും അതേപോലെ തന്നെ ശക്തിപ്പെടുത്തുന്നതുമായി മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതികൾക്ക് കുറേ കൂടി മാറ്റം വരും. ഇപ്പോൾ ആപ്പിളും അതേപോലെ തന്നെ ആൽമണ്ട്സും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്ന സാധനം. സാമ്പത്തിക സ്രോതസ് അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനോടൊപ്പം അവർക്ക് മറ്റ് മേഖലയിൽ നിന്നും പണം കണ്ടെത്താൻ കഴിയുക, ടൂറിസം പ്രധാനപ്പെട്ട ഒരു വ്യവസായം, ഇതെല്ലാം കൂടി ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കുറച്ച് മെച്ചപ്പെട്ടതാക്കി കഴിഞ്ഞാൽ കാശ്മീരികൾ കുറേ കൂടി ആഹ്ലാദന്മാരാവും. അത് ഇന്ത്യക്ക് വളരെ നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒമർ അബ്ദുള്ളയും മോദിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ആഴം ഇനി എത്രത്തോളം ശക്തി പ്രാപിക്കാനിടയുണ്ട്? അല്ല, അത് മോദി അല്ലെങ്കിൽ BJP അവരോട് എടുക്കുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. കാരണം അവർക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഇവിടുന്ന് അങ്ങോട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൈകൾ എന്നുവെച്ചാൽ സഹായത്തിൻ്റെ കൈകൾ നീണ്ടു ചെന്നാൽ അപ്പുറത്തു നിന്ന് സഹകരണത്തിൻ്റെ കൈകൾ ഇങ്ങോട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സഹായഹസ്തവും സഹകരണ ഹസ്തവുമായിരിക്കും വരാൻ പോകുന്നതായിട്ടുള്ള കാശ്മീർ ഇന്ത്യ റിലേഷൻസിനെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് മുൻകൈ എടുക്കേണ്ട തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്.